ഇന്ന് നമ്മളൊരു പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പകുതി കഷ്ണം പൈനാപ്പിളും ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും കൂടിയിട്ട്. കുമ്പളങ്ങ ചതുര കഷ്ണങ്ങളായിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. പൈനാപ്പിൾ ആണെങ്കിൽ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കഷ്ണങ്ങളിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കണം. കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടി ഒരു മുറി തേങ്ങയിലേക്ക് ഒരു 6 എരിവുള്ള പച്ചമുളകും പിന്നെ പുളിയുള്ള തൈര് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് വേണ്ടത്. മുഴുവനായിട്ട് തൈര് ഒരുമിച്ച് ചേർക്കരുത്. തവണകളായിട്ട് തൈര് ചേർത്തിട്ട് മിനുമിനാന്ന് അരപ്പ് അരച്ചെടുക്കുക. വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒരു അരമിനിറ്റ് നേരം ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നാൽ നമുക്കിതിലേക്ക് ഒരു തണ്ട് പച്ച കറിവേപ്പില ചേർക്കണം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണ്ടത് വറുത്തിടുകയാണ്. വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് എടുക്കണേ. ഒരു തണ്ട് കറിവേപ്പില, അര ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടുക്, വറ്റൽമുളക്. അപ്പൊ ഇത് അസാധ്യ രുചിയുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ. പഴയ ഒരു തറവാട്ടിലെ ഓർമ്മകളാണ് നമുക്ക്. കാരണം ഈ മഞ്ഞ പുളിശ്ശേരി നല്ല വെളുത്ത ചോറില് അല്ലെങ്കിൽ കുത്തരി ചോറിലേക്ക് പുളിശ്ശേരി വിളമ്പിയിട്ട് നമ്മുടെ തൊടിയിലുണ്ടാവുന്ന കോവയ്ക്ക മെഴുക്ക് വരട്ടിയോ അല്ലെങ്കിൽ കാച്ചില് ചേമ്പൊക്കെ വറവ് എന്ന് പറയും. വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ പരട്ടിയെടുക്കണത്. അത് ഇതിൻ്റെ കൂടെ എന്തൊരു കോമ്പിനേഷനാണെന്നറിയോ. അതുകൂടാതെ ചേന, കായ ഇതൊക്കെ ഒരു പെരളൻ പോലെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വേറെ ഒന്നും ചേർക്കാതെ നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വേവിച്ച് ഉടച്ചെടുക്കണ കായയും ചേനയൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ കാച്ചിയ പപ്പടോ ചുട്ട പപ്പടോ ഒരു കഷ്ണം കടുമാങ്ങ. അതായത് ആ ഒരു നമ്മളിതിൽ വേറെ ശർക്കര ഒന്നും ചേർക്കണില്ല. പൈനാപ്പിളിൻ്റെ തനതായിട്ടുള്ള ചെറിയൊരു മധുരവും അതുപോലെ ആ തൈരിൻ്റെ പുളിയും നമ്മൾ ചേർത്തിട്ടുള്ള ഒരു പച്ചമുളകിൻ്റെ ഒരു എരിവും കൂടി ചേർന്നിട്ട് നാവിൻ്റെ ഒരു രസമുകുളങ്ങളെ ഉണർത്താൻ പറ്റുന്ന ഒരു നല്ല പുളിശ്ശേരിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.